കമ്പാരിസന് പിന്നിലുള്ള സൈക്കോളജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം കുറച്ച് അധികം വർഷങ്ങൾക്ക് മുന്നേ, അതായത് നമ്മൾ മൃഗങ്ങളൊക്കെ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ടീമിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലീഡറെ ഫോളോ ചെയ്യുക, അവരെ കൂടെ നമ്മൾ താമസിക്കുക, അവരെ കൂട്ടത്തിൽ നമ്മൾ ആവുക എന്നുള്ളതൊക്കെ എന്താണ്, നമ്മളെ ജീവനെ നിലനിർത്തുന്ന രീതിയിലുള്ള സംഗതികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്ത് അവർ ചെയ്യുന്ന പോലെ ചെയ്യുക എന്നുള്ളത് നമ്മളെ ലൈഫിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ബ്രെയിൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സർവൈവൽ എന്നുള്ളൊരു രീതിയിലാണ്. ബട്ട് ഇന്നത്തെ ഈ ഒരു യുഗത്തിലേക്ക് വരുന്ന സമയത്ത്, കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കാറ് വാങ്ങിയ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ മറ്റുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ത്രൂ കാണുകയാണ്. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ വരുന്ന ചിന്ത എന്താണ്, എൻ്റെ കയ്യിൽ ആകെ ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ, ഞാനൊരു ഫെയിലിയറാണ്. കാരണം എൻ്റെ സുഹൃത്ത് എൻ്റെ സെയിം ഏജാണ്, ആൾക്കിപ്പം ഒരു നല്ല ഫാമിലി ഉണ്ട്, നല്ല വീടുണ്ട്, കാറുണ്ട്, വെൽ സെറ്റിൽഡ് ആണെന്നൊക്കെയാണ് ഞാൻ ആ പോസ്റ്റ് മുഖാന്തരം, വീഡിയോസ് മുഖാന്തരം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് അതിൻ്റെ പിന്നിലുള്ള ആൾക്ക് വരുന്ന ലോണുകളോ സ്ട്രെസ്സുകളോ ഫൈനാൻഷ്യൽ ഇഷ്യൂ, ഫാമിലി ഇഷ്യൂസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആൾ സോഷ്യൽ മീഡിയ ത്രൂ ഷെയർ ചെയ്യുന്നില്ല, അത് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് മാത്രം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ സെൽഫിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്.